ഹായ് ഓൾ, വെൽക്കം ടു വിൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കാതെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകവും 2 ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നടുവേ പൊളന്ന് ഒരു 8-10 വെളുത്തുള്ളി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുള്ളിയും ഒരു പച്ചമുളകും ഒരു വലിയ സവാളയാണ് കേട്ടോ, അത് തിന്നായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമുക്കിനി ചിക്കൻ, ഇത് ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ട് ഒതുക്കി വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം ഞാൻ ഒട്ടും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്ന് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ കണ്ടോ ഇറങ്ങി വരാൻ തുടങ്ങും. കണ്ടോ, ഇത്രയും വെള്ളം ഇറങ്ങി, നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വെച്ചതാണേ. നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ചിക്കൻ ഒരു പകുതി വേവായപ്പോഴത്തേക്കിനും അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അതിനെ നന്നായിട്ട് ഇളക്കി അതിനെ യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ചുകൂടെ കുറച്ചും കൂടെ ഇതായിട്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അധികം മസാലകളില്ല, അധികം എരിവൊന്നും ഇല്ലാതെ കുറച്ചൊന്നും ഒരു പെരണ്ട പോലെ നമുക്ക് കിട്ടും കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത്, അപ്പം സക്സസ് ആവുകയാണെങ്കിൽ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ, വെന്ത് വെള്ളമൊക്കെ പറ്റിക്കഴിയുമ്പോൾ ഇങ്ങനെ വരും. വേണമെങ്കിൽ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പെരണ്ടിരിക്കും. നമുക്ക് ചോറിനകത്തൊക്കെ ഇട്ട് ഇളക്കി കഴിക്കാനായിട്ട് നല്ലതായിരിക്കും. ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റും. ഒത്തിരി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ അത് കുറച്ച് ഒരു ബുദ്ധിമുട്ടല്ലേ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കുമ്പം. അപ്പം റെസിപ്പി നിങ്ങൾ ട്രൈ നോക്കണം. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.